18:21 ജീവൻ പുറപ്പെടണമെങ്കിൽ ഈ നാക്ക് രൂപാന്തരപ്പെട്ടതായിരിക്കണം. നാക്ക് രൂപാന്തരപ്പെടണം. പുതു ഭാഷകളിൽ, ദൂതന്മാരുടെ ഭാഷകളിൽ ആത്മാവിനാൽ നിറഞ്ഞ് നീ അന്യ ഭാഷ സംസാരിക്കുമ്പോൾ നാക്ക് രൂപാന്തരപ്പെടും. വൈദ്യന്റെ അടുക്കൽ രോഗിയെ കൊണ്ടുപോയാൽ വൈദ്യൻ പറയും നാക്ക് നീട്ടുവാൻ. നാക്ക് ക്ലിയറാണെങ്കിൽ ആള് ക്ലിയറാണ്. ആകയാൽ പ്രിയമുള്ളവരെ, നിന്റെ നാക്കിന് നീ കാത്തുകൊള്ളുക. നിന്റെ നാക്ക് രൂപാന്തരപ്പെടട്ടെ. രൂപാന്തരപ്പെട്ട നാക്കിന്റെ സവിശേഷത ഒന്ന്, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. രൂപാന്തരപ്പെട്ട നാക്ക് എതിരായ കാര്യങ്ങളെ സംസാരിക്കുകയേ ഇല്ല. ഉദാഹരണം, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം 5 വചനത്തില് ദൈവത്തിന്റെ സ്നേഹിതൻ ആബ്രഹാം 25 ആണ്ടുകാലം കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ലഭിച്ച ഇസഹാക്കിന് സ്വർഗത്തിന്റെ കൽപ്പന പ്രകാരം മോറിയ പർവ്വതത്തിൽ സ്വർഗത്തിലെ ദൈവം സ്പോട്ട് ഔട്ട് ചെയ്ത ദേശത്ത് യാഗമർപ്പിക്കുവാൻ, ഭസ്മമാക്കുവാൻ, കൊല്ലുവാൻ കൊണ്ടുപോകുമ്പോൾ ദേവഭക്തൻ ആബ്രഹാം ഉൽപ്പത്തി പുസ്തകം 22:5 ഉച്ചരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന, ഞാനും എന്റെ മകനും അവിടത്തോളം ചെന്ന് തന്റെ മകനെ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ആബ്രഹാം ഉച്ചരിക്കുന്ന, ആരാധന കഴിച്ചിട്ട്, ഹല്ലേലൂയ, ഞാൻ എന്റെ മകനെ കൊല്ലാനല്ല കൊണ്ടുപോകുന്നത്, എന്റെ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നു. രൂപാന്തരപ്പെട്ട നാക്കിന്റെ പ്രത്യേകത, അത് ദുർബലമായ വിഷയങ്ങളെ സംസാരിക്കുകയില്ല, എതിരായ കാര്യങ്ങളെ സംസാരിക്കുകയില്ല, അത് നേരായ കാര്യങ്ങളെ പ്രസ്താവിക്കും. രണ്ടാമത്, രൂപാന്തരപ്പെട്ട നാക്ക് പ്രതികൂല സാഹചര്യങ്ങളെ ഉയർത്തിക്കാട്ടുകയില്ല, അത് ദൈവത്തെ തന്നെ ഉയർത്തിക്കാട്ടും. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ജോഷുവ 14 അധ്യായം 12 വചനത്തിൽ 10 പേർ ശത്രുക്കളെ ഉയർത്തിയപ്പോൾ സംഖ്യ 13:30 ഒരാൾ മാത്രം, ദേവഭക്തൻ കാലേബ് മാത്രം മാറി നിന്നുകൊണ്ട് ജോഷുവ 14:12 വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ താൻ അരുളി ചെയ്തതിൻ പ്രകാരം ഞാൻ ഒറ്റയ്ക്ക്, ഹല്ലേലൂയ, ഞാൻ ഒറ്റയ്ക്ക് 10 പേർ അസാധ്യമെന്ന് പറഞ്ഞ് ആ ശത്രുക്കള് ദേവഭക്തൻ കാലേബ് ഉച്ചരിക്കുന്ന, ഞാൻ ഒറ്റയ്ക്ക് അവര് ഓടിച്ചു കളയും. രൂപാന്തരപ്പെട്ട നാക്ക് ദൈവത്തെ ഉയർത്തും, പ്രതികൂലത്തെ ഉയർത്തുകയില്ല. രൂപാന്തരപ്പെട്ട നാക്ക് എതിരായ കാര്യങ്ങൾ പ്രസ്താവിക്കുകയേ ഇല്ല. മൂന്നാമത്, ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന രൂപാന്തരപ്പെട്ട നാക്കിൽ നിന്ന് അവിശ്വാസ വാക്കുകൾ പുറപ്പെടുകയേയില്ല. വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ജോഷുവ 6 അധ്യായത്തിൽ അടച്ച് ഉറപ്പാക്കിയ ജെറിക്കോ പട്ടണത്തിന്റെ മുമ്പിൽ ഇസ്രായേൽ ജനം 6 ലക്ഷം പുരുഷന്മാർ മുമ്പിൽ മോശെ ഉച്ചരിക്കുന്ന വാക്ക് നിങ്ങൾക്കറിയാമോ? പ്രതികൂല മതിൽ ചാഞ്ഞിട്ടില്ല, മതിലായിട്ട് തന്നെ നിൽക്കുന്നു. ജോഷുവ 6:16 ജോഷുവ ഉച്ചരിക്കുന്ന വാക്ക്, പട്ടണത്തെയും മതിലെയും ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ ആ സ്റ്റേറ്റ്മെന്റ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. The Lord has given the city. ദൈവം നമുക്ക് പട്ടണത്തെ തന്നു കഴിഞ്ഞിരിക്കുന്നു. ദൈവം മതിലിനെ നമുക്ക് തന്നിരിക്കുന്നു. രൂപാന്തരപ്പെട്ട നാക്ക്, പ്രിയമുള്ളവരെ, അവിശ്വാസം പ്രസ്താവിക്കുകയേ ഇല്ല.
அப்போஸ்தல பிரவர்த்திகள் 9 അധ്യായം 39-40 വചനത്തില് മരിച്ച ശവശരീരത്തിന്റെ മുമ്പിൽ പത്രോസ് അപ്പോസ്തലൻ മുട്ടുകുട്ടി ഒരു വാക്ക് പ്രസ്താവിക്കുന്നു, തബീടയെ എഴുന്നേൽക്കുക, തബീടയെ എഴുന്നേൽക്കുക. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ദൈവ വചനത്തിൽ ജീവൻ ഉണ്ട്. അപ്പോൾ മരിച്ചവൾ ഉണർന്ന്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, രൂപാന്തരപ്പെട്ട നാക്കില് അവിശ്വാസം ഉണ്ടാവുകയേയില്ല. രൂപാന്തരപ്പെട്ട നാക്ക് അതിവേഗത്തിൽ സംസാരിക്കുകയില്ല, അധികമും സംസാരിക്കുകയില്ല. ഹല്ലേലൂയ. യേശു കർത്താവിനെ നോക്കുക. യോഹന്നാൻ സുവിശേഷം 4 അധ്യായം 50 വചനത്തില് ഹീറോദാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഒരു നോബിൾ ഓഫീസർ മരണക്കിടക്കയിൽ കപ്പർനഹൂമിൽ തന്റെ മകനെ ഇട്ടുകൊണ്ട് യേശുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് യേശു പറഞ്ഞ വാക്കുകൾ 2 വാക്കുകൾ, പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ആ നാഴികയിൽ തന്നെ അവിടെ അത്ഭുതം നടന്ന്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, യോഹന്നാൻ സുവിശേഷം 11:43 മരിച്ച് നാട്ടമച്ച ലാസറുവിന് ശവശരീരത്തിന്റെ മുമ്പിൽ യേശു കൽപ്പിക്കുന്നു, ലാസർ കം ഫോർത്ത്. 2 വാക്കുകൾ. അവൻ അധികം സംസാരിച്ചില്ല, അതിവേഗവും സംസാരിച്ചില്ല. രൂപാന്തരപ്പെട്ട നാക്കുകൾ. ശവപ്രസംഗി 5-2 വചനത്തില് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ചുരുക്കമായി സംസാരിക്കും. ആകയാൽ ശത്രുക്കൾ യേശുവിനെ അറസ്റ്റ് ചെയ്യുവാൻ പോയിട്ട് വന്ന് പരീശന്മാരുടെ അടുക്കൽ റിപ്പോർട്ട് കൊടുക്കും. യോഹന്നാൻ 7:46 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ഇവൻ സംസാരിക്കുന്നത് പോൽ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. ആമേൻ, ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ളവരെ, നാക്ക് കാത്തുകൊള്ളുക. നീ നിന്നെ തന്നെ കാത്തുകൊള്ളുക, നിന്റെ ശരീരം കാത്തുകൊള്ളുക, നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളുക, നിന്റെ പ്രാണനെ കാത്തുകൊള്ളുക, നിന്റെ കുടുംബത്തെ നീ കാത്തുകൊള്ളുക, നിന്റെ സഹോദരനെ കാത്തുകൊള്ളുക, നശിച്ചു പോകുന്ന ദേശത്ത് നീ കാത്തുകൊള്ളുക. ഹല്ലേലൂയ. പനീനി പുഷ്പം ഷാരോനിലവേ താമരയുമേ താവരയിൽ. പനീനി പുഷ്പം ഷാരോനിലവേ താമരയുമേ താഴ്വരയിൽ. വിശുദ്ധരിൽ വിശുദ്ധനവേ മാണ്ടര്യ സമ്പൂർണനേ. വിശുദ്ധരിൽ ഹാടി വിശുദ്ധനവേ മാ സൗന്ദര്യ സമ്പൂർണനേ. വാഴ്ത്തുമേ. കൈകൾ ഉയർത്തി കൈകളെ തട്ടി എല്ലാവരും അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നേ. ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക. ദൈവാത്മാവിനായി, ദൈവാത്മാവിന്റെ നിറവിനായി യാചിക്കുന്നവർ, ദൈവാത്മാവിന്റെ നിറവ് എനിക്ക് വേണം, കൃപാവരങ്ങൾ എനിക്ക് വേണം എന്ന് യാചിക്കുന്നവർ, രൂപാന്തരപ്പെട്ട നാക്ക് എനിക്ക് വേണം, എന്റെ നാക്ക് രൂപാന്തരപ്പെടണം, നാക്കിനെ കാത്തുകൊള്ളുവാനുള്ള ബലം എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ എഴുന്നേൽക്കുകയോ മുട്ടിന്മേൽ നിൽക്കുകയോ ചെയ്ത് നിലവിളിച്ചാട്ടെ. സ്വർഗം തുറക്കപ്പെടുന്ന നാഴികയാണ്, സ്വർഗം തുറക്കപ്പെടുന്ന നാഴികയാണ്. കൈകളെ ഉയർത്തി കൈകളെ തട്ടി
Lord, fill everyone. Fill everyone. Fill everyone. Fill everyone. ஆத்ம நிறைவு, ஆத்ம நிறைவு, ஆத்ம நிறைவு, புது பாஷைகள், ஆத்ம நிறைவு எல்லாரிலும் எல்லாரிலும் എല്ലാരിലും ആത്മ നിറവ്, ആത്മ നിറവ്. ഈ കുഞ്ഞുങ്ങളോടും മനസ്സലിയണമേ, ഈ കുഞ്ഞുങ്ങളോടും മനസ്സലിയണമേ, ഈ സഹോദരങ്ങളോടും മനസ്സലിയണമേ, മനസ്സലിയണമേ. തീ ഇറങ്ങുന്നടാ, തീ ഇറങ്ങുന്നടാ. അഗ്നിയിൽ നിറയുക, അഗ്നിയിൽ നിറയുക, അഗ്നിയിൽ നിറയുക, അഗ്നിയിൽ നിറയുക. കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ടച്ച് ആൻഡ് ബ്ലെസ് എവരിവൺ. എല്ലാരെയും തൊടണം, എല്ലാരെയും തൊടണം. സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു. അഭിഷേക തീ താണിറങ്ങി വരുന്നു. നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഉള്ളിൽ മഴയായി, അഗ്നിയായി, കൊടുങ്കാറ്റായി, കൊടുങ്കാറ്റായി, കൊടുങ്കാറ്റായി. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ടി 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 ടി. ഓ ഓ രഗവലദണ്ഡന. പുതു ശക്തി, പുതു ശക്തി. നാക്കിൽ നിന്ന് വിഷമല്ല നന്മ പുറപ്പെടട്ടെ. നാക്കിൽ നിന്ന് ദുഷ്ടതയല്ല നീതി പുറപ്പെടട്ടെ. നാക്കിൽ നിന്ന് മരണമല്ല ജീവൻ പുറപ്പെടട്ടെ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. കട്ടികൾ മാറുന്നടാ, കട്ടികൾ മാറുന്നടാ, മുളകൾ തെറിക്കുന്നടാ. യേശുവിൻ നാമത്തിലെ സർജറി നിശ്ചയിക്കപ്പെട്ട് മരണഭീതിയോട് വെട്ടിരിക്കുന്ന 3 വ്യക്തികള് കർത്താവിന്റെ ശരീരമാക്കുന്ന കരം 3 പേരെയും തൊടുന്ന് ശരിക്കുന്നുണ്ടല്ലേ. God heals you, God heals you, God heals you. ഡൈവോഴ്സിന് വേണ്ടി നോട്ടീസ് ലഭിച്ച ഒരു യുവതി ദൈവസന്നിധിയിൽ കരയുന്നവള്, സ്വർഗത്തിലെ ദൈവം നിന്റെ പാർട്ണറെ ഇപ്പോൾ തൊടുന്നേ. സംശയം ചിതറിപ്പോകുന്നു, കോടതി നോട്ടീസ് ചിതറിപ്പോകുന്നു. ഐക്യത, ഐക്യത. The spirit of oneness. ഐക്യത, ഐക്യത, ഐക്യത. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. ഓ ഓ ഓ അഭിഷേക നിറവ്. Be filled, be filled, be filled in him, be filled in him. ആത്മ നിറവ്. സൈത്താനെയും മന്ത്രവാദത്തെയും വിഗ്രഹത്തെയും പാമ്പിനെയും ബില്ലിശൂന്യത്തെയും കണ്ട് ഭയപ്പെട്ട് ഉറക്ക നഷ്ടപ്പെട്ട് എട്ടിരിക്കുന്ന അനേക കുടുംബങ്ങളിന്മേൽ സ്വർഗം തുറന്ന് അഭിഷേക തീ അഗ്നി മഴയായി ഇറങ്ങുന്നു, ഇറങ്ങുന്നു. നെവർ ബിഫോർ, നെവർ ബിഫോർ. മുമ്പൊരിക്കലുമില്ലാത്ത രീതിയിൽ അഭിഷേക തീ നിന്റെ ഉള്ളിലെ, നിന്റെ ഉള്ളിലെ, നിന്റെ ഉള്ളിലെ, നിന്റെ ഉള്ളിലെ. ഓ ഓ ഓ ഇനി മക്കളെ കിട്ടത്തില്ല. സ്റ്റോപ്പ് ദ മെഡിക്കൽ ട്രീറ്റ്മെന്റ്. പ്രാർത്ഥിച്ച് നോക്കുക എന്ന് വിധി എഴുതപ്പെട്ട 3 ദമ്പതിയര് കർത്താവിന്റെ ജീവന്റെ വചനം ഇപ്പോൾ തൊടുന്ന്. ബ്ലോക്കായി നിൽക്കുന്ന ഊമ്പ്, ബ്ലോക്കായി നിൽക്കുന്ന വയറ്, ബ്ലോക്കായി നിൽക്കുന്ന അനുഗ്രഹം ഇപ്പോൾ തുറക്കുന്നിട യേശുവിൻ നാമത്തില്, യേശുവിൻ നാമത്തില്. ഓ
നന്ദി 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 നന്ദി. മക്കളെ കുറിച്ച് വിലാപത്തോടെ എത്തിയിരിക്കുന്ന അമ്മ പിതാക്കന്മാരിൽ ഇഷ്ടമില്ലാത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഇവിടെ യുവാക്കളുടെ ജീവിതത്തില് സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുത കരം ഇപ്പോൾ ഇറങ്ങുന്നടാ ഇറങ്ങുന്നടാ ഇറങ്ങുന്നടാ. ആത്മാവിൽ നിറയുവിൻ, ആത്മാവിൽ നിറയുവിൻ, ആത്മാവിൽ നിറയുവിൻ, ആത്മാവിൽ നിറയുവിൻ, ആത്മാവിൽ നിറയുവിൻ, അഗ്നിയിൽ നിറയുവിൻ, ആത്മാവിൽ നിറയുവിൻ, അഗ്നിയിൽ നിറയുവിൻ, ആത്മാവിൽ നിറയുവിൻ. എല്ലാവരും 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 ഓ താങ്ക് യു. നന്ദി 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 നന്ദി. പകർന്ന തൈലം പോ നിന്നാമോ പാരിൽ സൗരഭ്യം വീശുന്നതാ. പകർന്ന തൈലം നിന്നാമോ പാഴി സുഗന്ധമായി പാഴി നിന്റെ നേരുഖങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം യാത്രയിൽ നന്ദി നന്ദി ഞാൻ വീടുമേ. ഇരിക്കാം. ആറാമത് 2 തിമോത്തിയോസ് 4-ാം അധ്യായം 7-ാം വചനത്തിൽ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലപ്പോസ്തലൻ എഴുതുന്നു, ഐ കെപ്റ്റ് മൈ ഫെയ്ത്ത്. ഞാൻ എന്റെ വിശ്വാസം കാത്ത്. അതിന്റെ അർത്ഥം പ്രിയമുള്ളവരെ, വിശ്വാസം കാത്തുകൊള്ളുക. ആമേൻ. നീ നിന്നെ തന്നെ കാത്തുകൊള്ളുക. ആരോഗ്യത്തിൽ വിശുദ്ധിയിൽ നിന്റെ ശരീരത്തെ നീ കാത്തുകൊള്ളുക. അളവോട് കൂടിയല്ല, അളവ് കടന്ന് ആത്മാവിൽ നിറഞ്ഞ് നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളുക. നിന്റെ പ്രാണനെ നീ കാത്തുകൊള്ളുക. നിന്റെ തോട്ടം ആദാമേ, നിന്റെ കുടുംബത്തെ നീ കാത്തുകൊള്ളുക. കയീനേ, നിന്റെ സ്വന്തം സഹോദരനെ നീ കാത്തുകൊള്ളുക. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, നാശത്തിലേക്ക് പോകുന്ന നിന്റെ ദേശത്തെ നീ കാത്തുകൊള്ളുക. നിന്റെ നാക്കിനെ കാത്തുകൊള്ളുക. നാക്കിൽ നിന്ന് മരണം പുറപ്പെടരുത്, ജീവൻ പുറപ്പെടട്ടെ. ആറാമത് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, വിശ്വാസത്തെ നീ കാത്തുകൊള്ളുക. തല പോയാലും do not give up your faith, my brother. ഇത് സൗജന്യമാണ്. ഈ രക്ഷാമാർഗം സൗജന്യമാണ്. but it is not cheap. ഇത് വില കുറഞ്ഞതല്ല. വില കൊടുത്തവൻ ഒരുത്തൻ സ്വർഗത്തിലുണ്ട്. ഇത് വില കുറഞ്ഞതല്ല. ഈ വിശ്വാസത്തെ നീ കാത്തുകൊള്ളുക. വിശ്വാസം എന്നതോ 2 കൈയടിച്ച് പാടി 4 സ്തോത്രം പറഞ്ഞിട്ട് പോകുന്നതല്ല. 10 പ്രസംഗവുമല്ല, 2 പ്രസംഗ കേൾവിയുമല്ല. വിശ്വാസം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന മാനസാന്തരത്തിൽ നിന്ന് ഉടലെടുക്കണം. മർക്കോസ് സുവിശേഷം 1:15 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. വിശ്വസിച്ചിട്ട് സമയം ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെടുക എന്നല്ല ബൈബിൾ കൽപ്പിക്കുന്ന. ദൈവ പൈതലേ, മാനസാന്തരപ്പെടുക, തുടർന്ന് വിശ്വസിക്കുക. തന്നേക്കാൾ 3 ഇരട്ടി പൊക്കമുള്ള ഗോലിയാട്ടിനെ ജയിക്കുവാൻ തോട്ടിൽ നിന്ന് ഇടയ ചെറുക്കൻ ദാവീദ് 1 സമയം 17:40 കുനിഞ്ഞ് പെറുക്കിയെടുത്തത് മൊണ്ണക്കല്ലുകളല്ല, മിനസമുള്ള കല്ലുകളാണ്, രൂപാന്തരപ്പെട്ട കല്ലുകളാണ്, രക്ഷിക്കപ്പെട്ട ആത്മാക്കളാണ് എന്റെ കർത്താവിന് ആവശ്യം.
രക്ഷിക്കപ്പെട്ട ആയുധമായി കല്ലുകളായി രക്ഷിതാവിന്റെ കൈക്ക് കീഴിൽ ഒതുങ്ങി ജീവിച്ചാൽ നിന്റെ ലാക്ക് ദൈവ പൈതലേ തെറ്റുകയേയില്ല. വാരി എറിഞ്ഞപ്പോൾ ഗോലിയാത്തിന്റെ നെറ്റിക്ക് കൊണ്ട് എന്നല്ല ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ദാവീദ് ഒരു കല്ലെടുത്ത് നെറ്റിക്ക് തന്നെ എറിഞ്ഞ്. ലാക്ക് തെറ്റാതിരിക്കണമെങ്കിൽ നീ മിനസമുള്ള കല്ലായി മാറണം. റിപ്പന്റ് ആൻഡ് ബിലീവ്. അങ്ങനെ മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുന്നവൻ എഫേസ്യർ 3:12 ക്രിസ്തുവിൽ ആശ്രയിച്ചിട്ട് അവനിൽ വിശ്വസിക്കണം. തല പോകുന്ന അവസ്ഥകൾ വന്നാലും എന്റെ ദൈവം എനിക്ക് മതി, യേശു എനിക്ക് മതി. I put my trust on him alone. ആശ്രയിച്ച് വിശ്വസിക്കണം, വ്യാജം വിട്ടു വിശ്വസിക്കണം. 1 തിമോത്തിയോസ് 1:5 ഉയർച്ച വരുമ്പോൾ അഹങ്കരിക്കല്ലേ, താഴ്ച വരുമ്പോൾ വിട്ടിട്ട് ഓടിയും കളയരുത്. ആമേൻ. എന്ത് ബ്രദർ കൂട്ടായ്മയ്ക്ക് കാണുന്നില്ല? മറുപടി ഭാര്യ വിട്ടിട്ട് ഓടി, ഭാര്യ വിട്ടിട്ട് ഓടി, പട്ടി ചെത്ത്, ആടുമാട് ചെത്ത്, വണ്ടി വിൽക്കേണ്ടി വന്ന് പിന്നെ പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല. അവിടെ ഒരു ടെക്നിക് വീഴ്ച ഉണ്ട്. അതല്ല സംഭവിച്ചത്. ഭാര്യ വിട്ടിട്ട് പോയത് കൊണ്ടല്ല നീ കൂട്ടായ്മയ്ക്ക് വരാത്തത്. നീ ദൈവത്തോടുള്ള ബന്ധം എന്ന് അവിടെ ഒരു വിരിസൽ ഉണ്ടായോ അന്നാണ് ഭാര്യ നിന്നെ വിട്ടിട്ട് ഓടിയത്. അതാണ് ആദ്യം സംഭവിച്ചത്. ഇതല്ല. പലരും തെറ്റിപ്പോകുന്നത് അവിടെയാണ്. എന്ന് ദൈവസന്നിധിയിൽ നിന്നുള്ള കൂട്ടായ്മയിൽ ഒരു മുറിവ്, ഒരു കട്ട് ഓഫ് ഉണ്ടായോ അന്നാണ് നഷ്ടം തുടങ്ങുന്നത്. അല്ല, നഷ്ടം തുടങ്ങിയത് കൊണ്ടല്ല നീ വരാതിരിക്കുന്നത്. നീ ദൈവസന്നിധിയിൽ അവിശ്വസ്തനായി കാല് വച്ചോ അന്ന് മുതൽ നിനക്ക് നഷ്ടമാണ്. മടങ്ങി വരിക, മടങ്ങി വരിക. അറിയാമോ, നിന്നേക്കാൾ ദൈവം ചെറിയവനല്ല, അവൻ വലിയവനാണ്. ആമേൻ. ആകയാൽ പ്രിയമുള്ളവരെ, ഉയർച്ചയിൽ അഹങ്കരിക്കരുത്, താഴ്ചയിൽ പിന്മാറിപ്പോകരുത്. അവസാനം വിശ്വാസത്തിലെ ഒരു മർമ്മമുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:29 അത് ദൈവം തന്നെ വച്ചതാകുന്ന ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ വേണ്ടി മാത്രമല്ല, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിപ്പാനും ദൈവം നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുക, ക്രിസ്തുവിൽ ആശ്രയിച്ചിട്ട് വിശ്വസിക്കുക, വ്യാജം വിട്ടിട്ട് ആത്മാർത്ഥതയോട് വിശ്വസിക്കുക. ദൈവ പൈതലേ, കഷ്ടത സഹിച്ച് ക്രിസ്തുവിൽ വിശ്വസിക്കുക. അങ്ങനെ വിശ്വാസം നീ കാത്ത് സൂക്ഷിക്കണം. വിശ്വാസം യൂദാ ലേഖനം 3 ലേഖകൻ എഴുതുന്ന വിശ്വാസം ഒരു പോരാട്ടമാണ്. ആമേൻ. വിശ്വാസം ഒരു പോരാട്ടമാണ്. എങ്ങനെ പോരാട്ടം? കൊടിയും പിടിച്ചുള്ള പോരാട്ടമല്ല, ഹർത്താൽ നടത്തിയുള്ള പോരാട്ടമല്ല, അടിച്ചു ഉടച്ചുള്ള പോരാട്ടമല്ല. In the high altitude of loss in Christian life, praise. Amen. ക്രിസ്തീയ ജീവിതത്തിൽ കൊടുമുടിയുടെ നഷ്ടത്തില് നീ ആകേണ്ടി വന്നാലും ദൈവ പൈതലേ, വലിയവനായ ദൈവത്തെ സ്തുതിക്കുക. അതാണ് പോരാട്ടം. അതാണ് പോരാട്ടം. യോബ് ദൈവഭക്തന്റെ ജീവിതത്തിൽ കഷ്ടതമേൽ കഷ്ടത. 10 മക്കളിൽ ഒരു കുഞ്ഞ് മരിച്ച്